മക്കളെ, നമുക്ക് എപ്പോഴും നമ്മുടെ എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പിരമിഡ് എന്ന് പറയുന്നത്. 2 മാർക്കിന് എന്തായാലും പിരമിഡ് ചോദിച്ചിട്ടുണ്ടാവും. നമ്മുടെ ബസന്ത് മേര ഗാവ് എന്ന് പറയുന്ന പാഠഭാഗത്തിൽ നിന്നുമാണ് ഈ ഒരു പിരമിഡ് വന്നിട്ടുള്ളത്. PYQ ആണ്. അപ്പൊ ശ്രദ്ധിച്ച് കേട്ടോളാം. നോക്കുക, വാക്യ പിരമിഡ് കി പൂർത്തിക്കിരെ കരെ, അതായത് വാക്യ പിരമിഡ് പൂർത്തീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. ബ്രാക്കറ്റിൽ നമുക്ക് 2 വാക്കുകൾ തന്നിട്ടുണ്ട്. ബസന്ത് മേ എന്നും തന്നിട്ടുണ്ട്, ചൈത്തി എന്നും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ചൈത്തി ഗീത് പഠിച്ച ആൾക്കാർക്ക് ഇത് വളരെ ഈസി ആയിരിക്കും കേട്ടോ. അപ്പൊ ആദ്യം നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്, നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് പിരമിഡ് എങ്ങനെയാണ് എഴുതുന്നത് അല്ലെ. ലോക് ഗാത്തേ ഹേ എന്നാണ് തന്നുള്ളത്. ലോക് എന്ന് വെച്ചാൽ എന്താണ്, ജനങ്ങൾ, ഗാത്തേ ഹേ പാടുന്നു. ഓക്കെ, രണ്ടാമത് തന്നെ എന്താണ്, ലോക് ഗീത് ഗാത്തേ ഹേ, ജനങ്ങൾ പാട്ട് പാടുന്നു. ഗീത് എന്ന് പറഞ്ഞ ഒരു സംഭവം എക്സ്ട്രാ ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ എക്സ്ട്രാ വേറൊരു സാധനം കൂടി ചേർത്തിട്ട് അടുത്ത വരി എഴുതണം. എന്തായിരിക്കും എഴുതാം നമുക്ക്, ലോക് എന്തെന്ന് എഴുതാം, ലോക് ബസന്ത് മേലെ എന്താണ്, ബസന്ത് മേ എന്ത് ഗാത്തേ ഹേ, ബസന്ത് മേ ഗീത് ഗാത്തേ ഹേ എന്ന് എഴുതാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് എഴുതാം, ചൈത്തി എന്നുള്ളത് നമ്മൾ ചേർത്ത് കൊടുക്കണം അല്ലെ. നമുക്കറിയാം ചൈത്തി ഗീതാണ് നമ്മുടെ വസന്തകാലത്തിൽ ആൾക്കാർ പാടാറ്. അപ്പൊ നിങ്ങൾ എന്ത് എഴുതുന്നു, ലോക് ബസന്ത് മേ എന്ന് പറഞ്ഞിട്ട് എന്ത് എഴുതുന്നു, ബസന്ത് മേ ചൈത്തി ഗീത് ഗാത്തേ ഹേ അല്ലെ, ചൈത്തി ഗീത് ഗാത്തേ ഹേ എന്ന് പറഞ്ഞിട്ട് ഫുള്ള് ഫില്ലാക്കുന്നു അല്ലെ. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ഒരു പിരമിഡ് ആണ്. അപ്പൊ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ മക്കളെ എഴുതിക്കോളാം കേട്ടോ. ബൈ ബൈ.